ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് മാന്നാറിൽ സ്വീകരണം നൽകി. നവംബർ 14-ന് കോഴിക്കോട് നിന്ന് ആരംഭിച്ച ജാഥയുടെ ലക്ഷ്യം പുതിയ വിദ്യാഭ്യാസ നയത്തിലെ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുക എന്നുള്ളതാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് മാന്നാറിൽ സ്വീകരണം നൽകി. നവംബർ 14-ന് കോഴിക്കോട് നിന്ന് ആരംഭിച്ച ജാഥയുടെ ലക്ഷ്യം പുതിയ വിദ്യാഭ്യാസ നയത്തിലെ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുക എന്നതാണ്. ജാഥയെ സംഘാടക സമിതി ചെയർപേഴ്സൺ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി, മേഖലാ കമ്മിറ്റി അംഗം പി എൻ സെൽവരാജൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ലാജി ജോസഫ്, രാജൻ നെടുന്തറ, എലിസബത്ത് സജി, രതീഷ് കൃഷ്ണൻകുട്ടി, ഡോക്ടർ ഗംഗാദേവി, അന്നമ്മ ബേബി, പത്മാവതി വാസുക്കുട്ടൻ, സുരേഷ് എം വി, എം എ ഷുക്കൂർ, അനുജ മധു, ടി കെ ഹരികുമാർ, സുമാറോയി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ചോദിച്ച ഒരു ചോദ്യമാണ്. അവർ പറഞ്ഞത് ഹയർ സെക്കൻഡറി വരെ എത്തിച്ചേരുമ്പോൾ ഈ കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ളതാണ്. അതായത് ഫുൾ A+ മേടിച്ച കുട്ടികൾക്ക് പോലും എഴുത്തും വായനയും അറിയില്ല എന്നൊരു കാര്യം ശരിക്കും അതൊരു ഞെട്ടലുണ്ടാക്കുന്ന പ്രസ്താവനയായിരുന്നു. ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്നു. അവിടെ വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഫുൾ A+ മേടിച്ചു വരുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയാൻ വയ്യ എന്ന് പറയുന്ന അധ്യാപക സമൂഹത്തോട് ചോദിച്ച ഒരു വളരെ മോശമായ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എന്താണ്? അവരെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചവർ അപ്പോൾ പഠിപ്പിച്ചില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ ഈ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായ ഒരു കാരണം കൂടിയുണ്ട്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച കുഞ്ഞുങ്ങൾ ഒരു ദിവസം എന്നോട്, ഞങ്ങളുടെ അടുത്തുള്ള ഒരു വക്കീലിന്റെ മോള്, അവള് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, ഇപ്പൊ PhD കഴിഞ്ഞ ആ കുട്ടി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, പൊതുവിദ്യാലയത്തിൽ തന്നെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ വിചാരിച്ചു 1-2 ദിവസം കൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് എന്ന് റെഡിയാകും. കാരണം സംസാരിക്കാത്തത്, ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സംസാരിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് അല്ലേ? മലയാളം നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് തന്നെ പറയുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളം നന്നായി പറയാം. ഈ A+ നേടുന്നവരെയാണ് അല്ല, പിന്നെയോ ഏറ്റവും പിന്നിൽ നിൽക്കുന്നുവെന്ന് നമ്മൾ പറയുന്ന കുട്ടികളെയാണ് തോൽപ്പിക്കുന്നത്. പിന്നിൽ നിൽക്കുന്നത് എങ്ങനെയാണ്? അവന്റെ പഠനം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ശരിക്കും ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ്. ഇവിടെ TTI പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലെ? ഓവറോൾ ഡെവലപ്മെന്റ് ആണ് നമ്മളൊരു കുട്ടിയുടെ പ്രതീക്ഷിക്കുന്നത്. ഓവറോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ഭാഷയുണ്ട്, അവന്റെ മറ്റു വിജ്ഞാനങ്ങളുണ്ട്, അവന്റെ മറ്റ് കഴിവുകളുണ്ട്. ഇവയെല്ലാം വികസിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. പാട്ടും കളിയും കഥകളുമായി പാടി നടക്കും കുഞ്ഞുങ്ങൾ, പാട്ടും കളിയും കഥകളുമായി പാടി നടക്കും കുഞ്ഞുങ്ങൾ, ഉലരിച്ചോട്ടിയ മേഘങ്ങൾ കൈനീട്ടുന്ന വസന്തങ്ങൾ, ഉലരിച്ചോട്ടിയ മേഘങ്ങൾ കൈനീട്ടുന്ന വസന്തങ്ങൾ, മാറി നിന്നും അമ്മയടത്തി തോളിലടക്കും വാത്സല്യം, മാറി നിന്നും അമ്മയടത്തി തോളിലടക്കും വാത്സല്യം, ആര് പഠിപ്പിക്കുന്നത് ഇവരെ തോൽപ്പിക്കുന്നത് പറയാമോ? ആര് പഠിപ്പിക്കുന്നത് ഇവരെ തോൽപ്പിക്കുന്നത് പറയാമോ? തോൽപ്പിക്കുന്നത് പറയാമോ? ജാഥ ക്യാപ്റ്റൻ കെ പൊന്നമ്മ, വൈസ് ക്യാപ്റ്റൻ TP കലാധരൻ, ജാഥ മാനേജർ പ്രവീൺ ലാൽ, ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ, ചെങ്ങന്നൂർ മേഖലാ സെക്രട്ടറി PK ശിവൻകുട്ടി എന്നിവർ സംസാരിച്ചു. ചെങ്ങന്നൂർ മേഖലാ കമ്മിറ്റി അംഗം TS ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഡിസംബർ 10-ന് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. CDNet ന്യൂസ്, മാന്നാർ.